ജെഇ മെയിൻ 2023 ജനുവരിയിൽ നടക്കുന്ന ആദ്യ സെഷന് വേണ്ടിയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡിസംബർ 15 മുതൽ ജനുവരി 12 വരെ നമുക്ക് jemain.nta.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഇതിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ വിവിധ വശങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കരുതി വെക്കേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു കാൻഡിഡേറ്റിൻ്റെ ക്ലാസ് 10ൻ്റെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ചാണ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടത്. അതുകൊണ്ട് മാർക്ക് ലിസ്റ്റിനൊരു കോപ്പി നമ്മളുടെ അടുത്ത് കരുതുക. അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം മതിയാകും. പിന്നെ നമുക്ക് വേണ്ടത് ആക്റ്റീവായിട്ടുള്ള 2 മൊബൈൽ നമ്പറും 2 ഇമെയിൽ ഐ ഡിയും. ഈ 2 മൊബൈൽ നമ്പറും 2 ഇമെയിൽ ഐ ഡിയിലും OTP വരാനുണ്ട്. അതുകൊണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുള്ള 2 മൊബൈൽ നമ്പറും 2 ഇമെയിൽ ഐ ഡിയും നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള മുഖം മാത്രമുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സോഫ്റ്റ് കോപ്പി, സ്കാൻ ചെയ്ത കോപ്പി JPEG ഫോർമാറ്റിൽ, JPG ഫോർമാറ്റിൽ 200 കിലോബൈറ്റ്സിൽ താഴെയുള്ള കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ സ്കാൻ ചെയ്തത്. 30 കിലോബൈറ്റ്സിൽ താഴെയുള്ള കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ, സൈൻ നമുക്ക് സ്കാൻ ചെയ്തത് സോഫ്റ്റ് കോപ്പി ആയിട്ടും വേണം. പിന്നെ നമുക്ക് ID പ്രൂഫായിട്ട് പരീക്ഷാ സമയത്തും അഡ്മിഷൻ സമയത്തും ഈ അഡ്മിറ്റ് കാർഡ് കൂടാതെ ഏറ്റവും പുതിയ ഫോട്ടോ ഉള്ള ഒരു വാലിഡ് ID പ്രൂഫ് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അത് ഏതാണോ അത് അതിൻ്റെ നമ്പർ നമ്മളുടെ അടുത്തുണ്ടായിരിക്കണം. ഏതെങ്കിലും കമ്മ്യൂണിറ്റി റിസർവേഷൻ, OBC റിസർവേഷനോ EWS റിസർവേഷനോ SC റിസർവേഷനോ ST റിസർവേഷനോ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിയോ ഉണ്ട് എങ്കിൽ അതിൻ്റെ ഏത് സർട്ടിഫിക്കറ്റാണോ അപ്ലോഡ് ചെയ്യേണ്ടത് അതിൻ്റെ സ്കാൻ ചെയ്ത് PDF രൂപത്തിൽ 300 കിലോബൈറ്റ്സിൽ താഴെയുള്ള സോഫ്റ്റ് കോപ്പിയും നമുക്ക് വേണം. യാതൊരുവിധ റിസർവേഷനും ഇല്ല എങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമാണ്. ജനുവരി 24 മുതൽ 31 വരെയാണ് ഓൺലൈൻ എക്സാം. ഓരോ ദിവസവും രാവിലത്തെ സെഷനും വൈകുന്നേരത്തെ സെഷനുമുണ്ട്. ഇതിൽ ഏത് ദിവസമാണ് എക്സാം എന്നുള്ളതും ഏത് സെഷനാണ് എക്സാം എന്നുള്ളതും നമുക്ക് ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം ജനുവരി 15 ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഏത് സിറ്റിയിലാണ് നമ്മൾ പരീക്ഷ എഴുതേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കി വെക്കണം. ജനുവരി 24-നും രണ്ടാമത്തെ സെഷൻ ഏപ്രിൽ 6-ന് തുടങ്ങുമ്പോഴും നമുക്ക് ഏത് പ്രസൻറ്റ് അഡ്രസ്സാണോ നമ്മൾ ജെഇ മെയിന് കൊടുക്കുന്നത് ആ സ്റ്റേറ്റിൽ മാത്രമേ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജനുവരി 24-ന് തുടങ്ങുന്ന എക്സാമിനും ഏപ്രിൽ 6-ന് തുടങ്ങുന്ന എക്സാമും നമ്മൾ എവിടെയാണോ ഉണ്ടാവുന്നത് അതിനനുസരിച്ച് എക്സാം സീറ്റ് കൊടുക്കുവാൻ വേണ്ടി നമ്മൾ പ്രസൻറ്റ് അഡ്രസ്സ് ഏത് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ധാരണയും നമുക്കുണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് ജെഇ മെയിന് 3 പേപ്പറുകളാണുള്ളത്. പേപ്പർ 1 BE-BTech, നമുക്ക് എല്ലാ NIT-കളിലും IIIT-കളിലും BTech അഡ്മിഷൻ വേണമെങ്കിൽ നമ്മൾ പേപ്പർ 1 ആണ് എഴുതേണ്ടത്. IIT-കളിൽ അഡ്മിഷൻ കിട്ടാനുള്ള, അത് BTech-നാണെങ്കിലും ആർക്കിടെക്ചറിനാണെങ്കിലും IIT-കളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ JEE അഡ്വാൻസ്ഡ് എഴുതണം. JEE അഡ്വാൻസ്ഡിന് ക്വാളിഫൈ ചെയ്യണമെങ്കിലും ജെഇ മെയിൻ്റെ പേപ്പർ 1 ആണ് നമ്മൾ എഴുതേണ്ടത്. ഇതുകൂടാതെ NIT-കളിലെ ആർക്കിടെക്ചർ കോഴ്സിന് നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ജെഇ മെയിൻ്റെ പേപ്പർ 2A ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സ്കൂൾ ഓഫ് പ്ലാനിംഗ് എഡ്യൂക്കേഷനിലോ അല്ലെങ്കിൽ B പ്ലാനിങ്ങിനോ നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 2B പ്ലാനിങ്ങിൻ്റെ പരീക്ഷയും നമുക്ക് എഴുതാവുന്നതാണ്. ഇതിൽ ഈ 3 പേപ്പറുകളിലും ഏതൊക്കെ പേപ്പറുകളാണ് നമ്മൾ എഴുതേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടാവണം. പേപ്പർ 1 ആണ് ഏറ്റവും പ്രധാനം. ഏതൊക്കെ പേപ്പറുകൾ നമ്മൾ എഴുതുന്നുണ്ടോ അതിനനുസരിച്ചാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഫീസായിരിക്കും. ഇന്ത്യക്ക് വെളിയിൽ ഏതാണ്ട് 20ഓളം എക്സാം സെൻറ്ററുകളുണ്ട്. ഇന്ത്യക്ക് വെളിയിലാണ് എക്സാം സെൻറ്റർ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് എക്സാം ഫീസിൽ വ്യത്യാസമുണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് പേപ്പറാണ് എഴുതുന്നത്, ഏത് സിറ്റിയിലാണ് എക്സാം എഴുതുന്നതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവണം. ഓൺലൈൻ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാർഡ് ഫെസിലിറ്റി അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്, UPI പേയ്മെൻറ്റോ ഏത് പേയ്മെൻറ്റാണോ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ധാരണയും നമുക്കുണ്ടാവണം. ഇത്രയും നമുക്കായി കഴിഞ്ഞാൽ ഫോട്ടോയും സിഗ്നേച്ചറും 2 ഫോൺ നമ്പറും 2 ഇമെയിൽ ഐ ഡിയും റിസർവേഷൻ്റെ സാധ്യതകളും ക്ലാസ് 10ൻ്റെ കോപ്പിയും നമ്മൾക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷനിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. 3 സ്റ്റെപ്പുകളായിട്ടാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടത്. ഈ 3 സ്റ്റെപ്പും ഒരേ ദിവസം തന്നെ ഒരേ സമയത്ത് ചെയ്ത് തീർക്കണമെന്നില്ല. വിവിധ സമയങ്ങളിൽ നമുക്ക് ചെയ്ത് തീർക്കാം. എന്തായിരുന്നാലും ജനുവരി 12-ാം തീയതി വൈകുന്നേരം 9 മണിക്ക് മുമ്പ് നമ്മൾ ഈ സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്ത് കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് എൻ്റർ ചെയ്തതിന് ശേഷം കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി എന്നുള്ളതിൻ്റെ ഏക തെളിവ്. നിർബന്ധമായും കൺഫർമേഷൻ പേജ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കണം.
ഇനി നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ പരിശോധിക്കാം. ഓൺലൈനായി അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് jemain.nta.nic.in. ആ വെബ്സൈറ്റിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. jemain.nta.nic.in. ഇതാണ് ജെഇമെയിൻ്റെ ഹോം പേജ്. ഇതിനകത്ത് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഉണ്ട്, FAQ ഉണ്ട്, സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷിക്കേണ്ടത് ജെഇമെയിൻ 2023 സെഷൻ 1 ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണുന്നതാണ് ന്യൂ രജിസ്ട്രേഷൻ എന്ന വിൻഡോ. ഒരിക്കൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജെഇമെയിൻ 2023 ആദ്യ സെഷനും രണ്ടാമത്തെ സെഷനും ജെഇ അഡ്വാൻസിന് അപ്ലൈ ചെയ്യുമ്പോഴും ഒരൊറ്റ പ്രാവശ്യം മാത്രമേ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുള്ളൂ. ഓരോ സെഷനും വേണ്ടിയും അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിപ്പോയാലും വീണ്ടും നമ്മൾ പല നമ്പറുകളൊന്നും മാറ്റി ഒരു കുട്ടി തന്നെ പല ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒരു കാരണവശാലും ചെയ്യരുത്. ഒരു പ്രാവശ്യം മാത്രമേ ന്യൂ രജിസ്ട്രേഷൻ ഒരു കുട്ടി ചെയ്യാവുള്ളൂ. പിന്നെ ആ നമ്പറിൽ തന്നെ ആ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് വീണ്ടും നമുക്ക് രണ്ടാമത്തെ സെഷൻ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് നമ്മൾ വിൻഡോയിൽ സെലക്ട് ചെയ്യുന്നു. നമുക്ക് ആപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ചും പാസ്വേഡിനെ കുറിച്ചും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് വായിച്ച് നോക്കി ക്ലിയർ ആയെങ്കിൽ ഏറ്റവും താഴെയുള്ള എഗ്രി നമുക്ക് കൊടുക്കാം. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ്. നമ്മൾ ക്ലാസ് 10ൻ്റെ ഡീറ്റെയിൽസ് അനുസരിച്ചാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആദ്യം കാൻഡിഡേറ്റിൻ്റെ പേര്, ക്ലാസ് 10 കാൻഡിഡേറ്റിൻ്റെ ക്ലാസ് 10 മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയിൽ എങ്ങനെയാണോ കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് കാൻഡിഡേറ്റിൻ്റെ ക്ലാസ് 10 കോപ്പിയിൽ എങ്ങനെയാണോ കിടക്കുന്നത് അത് അതേപടി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ ടൈപ്പ് ചെയ്യുക. 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിൽ എങ്ങനെയാണോ കാൻഡിഡേറ്റിൻ്റെ പേര് അതേപടി തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. കാൻഡിഡേറ്റിൻ്റെ അച്ഛൻ്റെ പേര് കുട്ടിയുടെ കാൻഡിഡേറ്റിൻ്റെ പേരിൽ കിടക്കുന്ന പോലെ തന്നെ ചെയ്യുന്നു. അമ്മയുടെ പേര് സെയിം, യാതൊരു വിധത്തിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കും വരുത്തരുത്. ഇപ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റിംഗ് ഇല്ല. ബാക്കിയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. എന്നാൽ ജെഇമെയിൻ ഓൺലൈൻ ഒരിക്കൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഒരു കാരണവശാലും എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാൻഡിഡേറ്റ് ആണ് ഓൺലൈനായിട്ട് ചെയ്യുന്നതെങ്കിൽ അച്ഛനെയോ അമ്മയോ കൂടെ ഇരുത്തി ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ല അച്ഛനോ അമ്മയോ ആണ് ചെയ്യുന്നതെങ്കിൽ തെറ്റിപ്പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് മറ്റൊരാളെയും കൂടെ കൂട്ടത്തിൽ ചേർത്ത് ഇരുത്തി വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ. ഒരു കാരണവശാലും ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നമ്മൾ ജെൻഡർ സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴും അഡ്മിഷന് പോകുമ്പോഴും ഹോൾ ടിക്കറ്റ് കൂടാതെ വാലിഡ് ആയിട്ടുള്ളൊരു ID പ്രൂഫ് നമ്മൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാൻ കാർഡ്, സ്കൂൾ ID കാർഡ്, പാസ്പോർട്ട്, വോട്ടേഴ്സ് ID, റേഷൻ കാർഡ്, പാസ്ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ എനി അതർ വാലിഡ് ഗവൺമെൻറ് ID പ്രൂഫ് വിത്ത് ഫോട്ടോഗ്രാഫ്. ആധാർ ധാരാളം മതിയാകും. ഏതാണോ നമ്മൾ പരീക്ഷയ്ക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഏറ്റവും പുതിയ ഫോട്ടോ ഉള്ളത്, നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഏത് ID ആണോ ഉള്ളത് അത് നമുക്ക് കൊണ്ടുപോകാം. ആധാറാണ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആധാറിൻ്റെ 12 അക്ക നമ്പറുകൾ നമ്മൾ ഏതാണോ ID പ്രൂഫ് കൊണ്ടുപോകുന്നത് അതിൻ്റെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഇത് ഉദയയുടെ ഡേറ്റയുമായിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ട്. അത് അടുത്ത സ്റ്റെപ്പിലാണ്, ഇപ്പോഴല്ല, അടുത്ത സ്റ്റെപ്പിൽ വെരിഫൈ ചെയ്യും. അതിനുശേഷം നമുക്ക് പ്രസൻറ്റ് അഡ്രസ്സ് നമ്മൾ പറഞ്ഞു, കേരളത്തിലാണ് നമ്മൾ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കേരളത്തിൽ പ്രസൻറ്റ് അഡ്രസ്സ് കൊടുക്കണം. കോട്ടയത്ത് പരീക്ഷ എഴുതാൻ വേണ്ടി കോട്ടയത്ത് പ്രസൻറ്റ് അഡ്രസ്സ് കൊടുക്കണമെന്നില്ല, കേരളത്തിലെ പ്രസൻറ്റ് അഡ്രസ്സ് കൊടുത്താൽ മതിയാകും. കേരളത്തിൽ പരീക്ഷ എഴുതാം. മഹാരാഷ്ട്രയിലോ ഡൽഹിയിലോ ഗുജറാത്തിലോ ആണ് നമ്മൾ പരീക്ഷ എഴുതണമെങ്കിൽ അവിടുത്തെ പ്രസൻറ്റ് അഡ്രസ്സ് കൊടുക്കണം. നമ്മൾ ദുബായിലോ കുവൈറ്റിലോ ഓസ്ട്രേലിയയിലോ ആണ് പരീക്ഷ എഴുതാൻ ശ്രമിക്കുന്നതെങ്കിൽ അവിടെയായിരിക്കും നമ്മൾ അവിടെയാണ് പ്രസൻറ്റ് അഡ്രസ്സ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ സെഷനും നമ്മൾ അതേ സിറ്റിയിൽ തന്നെ അതേ സ്റ്റേറ്റിൽ തന്നെ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ സെഷന് വേണ്ടിയിട്ട് നമുക്ക് പുതിയതായി അപ്ലൈ ചെയ്യുവാനായിട്ടോ അല്ലെങ്കിൽ ഈ പ്രസൻറ്റ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല എന്നുള്ളതും ഈ അവസരത്തിൽ ഓർത്ത് വെക്കുക. പ്രസൻറ്റ് അഡ്രസ്സിന് നമ്മളുടെ വീട്ടുപേര് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് നമ്മളുടെ ലോക്കൽ സ്ഥലം, ഇതിന് നമുക്ക് ഒന്നും കമ്മ്യൂണിക്കേഷൻ ബൈ പോസ്റ്റായിട്ട് വീട്ടിൽ വരാനില്ല. അതുകൊണ്ട് നമ്മൾ എക്സാക്ട്ലി നമുക്കൊരു പോസ്റ്റ് വീട്ടിൽ വരേണ്ടതുപോലെ ചെയ്യണമെന്നില്ല. നമ്മളുടെ വീട്ടുപേര്, നമ്മളുടെ പോസ്റ്റ് ഓഫീസ്, നമ്മളുടെ സ്ഥലം അങ്ങ് ടൈപ്പ് ചെയ്താൽ മതിയാകും. പോസ്റ്റ് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ കൺട്രി സെലക്ട് ചെയ്യുന്നു. ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുന്നു. കേരളം എന്ന് സെലക്ട് ചെയ്യുന്നു. ഡ്രോപ്പ് ഡൗൺ മെനു ആണ്, അത് നമ്മൾ സെലക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഡ്രോപ്പ് ഡൗൺ മെനു അനുസരിച്ച് നമ്മൾ കേരള സെലക്ട് ചെയ്താൽ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്ന അവൻ്റെ ഡിസ്ട്രിക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുന്നു. പിൻകോഡ്
പിൻകോഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഇനിയാണ് ഇമെയിൽ അഡ്രസ്സും നമ്മൾ ഫോൺ നമ്പറും ആദ്യത്തേത് കൊടുക്കുന്നത്. ഇവരിത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇമെയിലിലും മൊബൈലിലും OTP വരും. ഇത് നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും രണ്ടിനകത്ത് ഒരേ OTP ആണ് വരുന്നത്. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയുള്ളൂ. അപ്പോൾ മൊബൈൽ നമ്പറോ നിങ്ങൾക്ക് മൊബൈൽ അടുത്തുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇമെയിൽ ID ഓപ്പൺ ചെയ്ത് കിടക്കുകയായിരിക്കണം. ഓപ്പൺ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ ലൈവായിട്ടുള്ളൊരു ഇമെയിൽ IDയും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുന്നു. വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID ടൈപ്പ് ചെയ്യുന്നു. ആ ഇമെയിൽ ID കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി വീണ്ടും അത് തന്നെ ടൈപ്പ് ചെയ്യുന്നു. ഒരു മൊബൈൽ നമ്പർ വാലിഡ് ആയിട്ടുള്ളത് SMS വന്നു കഴിഞ്ഞാൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുന്നു. സെയിം മൊബൈൽ നമ്പർ തന്നെ ആവർത്തിക്കുന്നു. ഓൾട്ടർനേറ്റ് ആയിട്ട് ഇവിടെ ഒരു നമ്പർ കൊടുക്കണം, മറ്റൊരു നമ്പർ കൊടുക്കണം. ഈ നമ്പർ തന്നെ വേണം നമുക്ക് അവസാനം വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഈ ആദ്യം കൊടുത്ത രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത ഇമെയിൽ IDയോ 2 പ്രാവശ്യം കൊടുത്ത മൊബൈൽ നമ്പറോ നമുക്ക് അവസാനം ആവർത്തിക്കാനാവില്ല. പുതിയൊരു നമ്പറും പുതിയൊരു ഇമെയിൽ IDയും വേണം. ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം. പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ നമുക്ക് സെയിം എന്ന് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും സെപ്പറേറ്റ് ആണെങ്കിൽ അതനുസരിച്ച് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം വാലിഡ് ആയിട്ടുള്ളൊരു പാസ്വേഡ് വേണം. നമുക്ക് ജെഇമെയിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കാനും രണ്ടാമത്തെ സെഷൻ അപ്ലൈ ചെയ്യാനും ഒക്കെ നമുക്ക് വാലിഡ് ആയിട്ടുള്ളൊരു പാസ്വേഡ് വേണം. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് രണ്ടാമത്തെ സെഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് എക്സാം സിറ്റി സെലക്ട് ചെയ്യാനും ഓൺലൈൻ പേയ്മെൻറ്റ് അടയ്ക്കാനും 2 പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ. അവിടെ അഡ്രസ്സ് മാറ്റുവാനായിട്ടോ ഫോൺ നമ്പർ മാറ്റാനുള്ള യാതൊരു ഫെസിലിറ്റിയും ലഭിക്കുകയില്ല. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ, ബേസിക് ആയിട്ടുള്ള ഈ ആപ്ലിക്കേഷൻ ഏറ്റവും പ്രാധാന്യമുള്ളതെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പാസ്വേഡ് എന്ന് പറയുന്നത് ആൽഫബറ്റ് വേണം, നമ്പർ വേണം, ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, സ്പെഷ്യൽ ക്യാരക്ടർ വേണം. അതിനനുസരിച്ച് നമ്മളൊരു പാസ്വേഡ് റെഡിയാക്കി വെക്കുക. ആ പാസ്വേഡ് നമ്മൾ 2 എൻ്ററിലും എൻ്റർ ചെയ്യുക. ഇനി പാസ്വേഡ് നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ നമുക്കത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതിനകത്ത് ഏറ്റവും എളുപ്പമുള്ളത് ഏതാണോ ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ ആൻസർ നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യുന്നത്, സ്മോൾ ലെറ്റർ ആണോ ക്യാപിറ്റൽ ആണോ ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പം ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമ്മളുടെ വിൻഡോയിലോട്ട് വരും. അതിൻ്റെ ആൻസർ എന്ത് ടൈപ്പ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നു. ഏറ്റവും താഴെയുള്ള സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്യുന്നു. നമ്മൾ ഒന്നും കൂടെ എല്ലാം ഒന്ന് വായിച്ചു നോക്കുന്നു. നമുക്ക് സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പറിലേക്ക് ഇമെയിൽ IDയിലോട്ടും OTP വരും. ആ OTP ഒരേ നമ്പർ തന്നെയാണ്. ഏതെങ്കിലും ഒരു മൊബൈലോ ഇമെയിലോ ഓപ്പൺ ചെയ്തിട്ട് ആ OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആയി സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആയിരിക്കുന്നു. ആ ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. നമുക്കിനി ഉപയോഗമുള്ളതാണ്. ആപ്ലിക്കേഷൻ നമ്പർ നമുക്കറിയാം. അത് മൊബൈലിലും ഇമെയിൽ IDയിലിട്ട് നമുക്ക് മെസ്സേജ് ആയിട്ട് വരികയും ചെയ്യും. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ടും ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനായിട്ടാണുള്ളത്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ഡിസ്പ്ലേയിലുണ്ട്. നമുക്കിനി കണ്ടിന്യൂ ചെയ്യേണ്ടത് നാഷണാലിറ്റി തൊട്ടാണ്. ഇന്ത്യൻ, OCI, ഫോറിനേഴ്സ് എന്നുണ്ട്. നോർമൽ NRI, നമ്മളിപ്പോൾ വെളിയിലാണ് താമസിക്കുന്നതെങ്കിലും ഇന്ത്യൻ എന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. അതർ സിറ്റിസൺസ് ആണെങ്കിൽ, കാൻഡിഡേറ്റ് മറ്റൊരു സിറ്റിസൺ ആണെങ്കിൽ OCI എന്ന് കൊടുക്കാം. നമ്മൾ OCI കാർഡ് ഹോൾഡറും മറ്റൊരു ഇന്ത്യക്ക് വെളിയിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഹോം സ്റ്റേറ്റ് കോട്ട കിട്ടുകയില്ല. നമ്മൾ ഇന്ത്യൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഹോം സ്റ്റേറ്റ് കോട്ട കിട്ടുള്ളൂ. അതുപോലെ OCI കാർഡ് ഹോൾഡർ ആണെങ്കിൽ കേരളത്തിലാണ് അല്ലെങ്കിൽ ഇന്ത്യയിലാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് ആ സ്റ്റേറ്റിൽ ഹോം സ്റ്റേറ്റ് കോട്ട ലഭിക്കുകയും ചെയ്യും. നാഷണാലിറ്റി എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് പ്ലേസ് ഓഫ് റെസിഡൻസ്, എവിടെയാണ് നമ്മുടെ സ്ഥിരതാമസം എന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. നമ്മളുടെ പെർസെൻ്റ് അഡ്രസ്സ് ഉള്ളത് നമ്മളിപ്പോൾ എവിടെയാണോ സ്ഥിരതാമസം ഉള്ളത്. അതിനുശേഷം നമ്മുടെ കാറ്റഗറി ജനറൽ, SC, ST, OBC, NCL, EWS, നമ്മളിതിനകത്ത് ഏത് വിഭാഗത്തിൽ വരുന്നോ അത് നമുക്ക് ഓൾറെഡി സർട്ടിഫിക്കറ്റ് നമ്മളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ജനറൽ ആണെങ്കിൽ നമുക്ക് ജനറൽ എൻ്റർ ചെയ്യാം. OBC വിഭാഗമാണെങ്കിൽ മുസ്ലിമും ഈഴവയൊക്കെയാണ്. പക്ഷേ നമുക്ക് നോൺ ക്രിമിലെയർ തരികയില്ലെങ്കിലും നമ്മൾ ജനറലാണ്. ക്രിമിലെയർ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ജനറൽ എന്നാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എൻ്റർ ചെയ്യണം. പിന്നീട് എഡിറ്റ് ചെയ്യാനാവില്ല. ജോസയുടെ അലോക്കേഷൻ സമയത്ത് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യേണ്ടി വരും. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നമുക്ക് ആ പ്രാവശ്യം ആ റൗണ്ടിൽ കിട്ടിയ അഡ്മിഷൻ ക്യാൻസലായി പോവുകയും ചെയ്യും. അടുത്ത റൗണ്ടിലെ നമ്മളെ ജനറലായിട്ട് പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് കാറ്റഗറി കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ധാരാളം നമുക്ക് അതിനുള്ള ചാൻസുകളുണ്ട്, കൂടുതൽ പ്രയോജനമുണ്ട്. പക്ഷേ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വരാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. അതിനുശേഷം പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, 40% മുകളിലുള്ള ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് PWD സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് എൻ്റർ ചെയ്യാം. PWD എത്ര പെർസെൻറ്റേജ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
പിന്നെ ചോദിച്ചിരിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ എന്നുള്ളത്. എക്സാം സെൻറ്ററിൽ നമുക്ക് സാധാരണ ഒരു കുട്ടിക്ക് നമ്മുടെ വാട്ടർ ബോട്ടിൽ മാത്രമേ കൊണ്ടുചെല്ലാൻ സാധിക്കുകയുള്ളൂ. ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ആഹാര സാധനങ്ങളോ ടാബ്ലറ്റ്സുകളോ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കുട്ടി കാൻഡിഡേറ്റ് ഡയബറ്റിക് ആണെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ പ്ലേസ് ഓഫ് റെസിഡൻസ് നമ്മൾ അർബൻ ഏരിയ ആണോ റൂറൽ ഏരിയ ആണോ ചോദിച്ചിട്ടുണ്ട്. അതൊരു ഡേറ്റാബേസ് മാത്രമേ ഉള്ളൂ, നമുക്ക് പ്രധാനപ്പെട്ടതൊന്നുമല്ല. റൂറലാണോ അർബനാണോ നമ്മളുടെ ജില്ല, നമ്മൾ പട്ടണ പ്രദേശമാണെങ്കിൽ നമ്മൾ അർബൻ എന്ന് കൊടുക്കുന്നു, ഗ്രാമപ്രദേശമാണെങ്കിൽ റൂറൽ എന്ന് കൊടുക്കുന്നു. നമ്മുടെ ആനുവൽ ഇൻകം, ഫാമിലി ആനുവൽ ഇൻകം എത്രയാണെന്ന് കൊടുക്കുന്നു. ഇവിടെ ഒരു റേഞ്ച് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. NIT-കളിലും IIT-കളിലും ഇൻകത്തിനനുസരിച്ചാണ് നമുക്ക് കോഴ്സിൻ്റെ ഫീസിൽ വ്യത്യാസമുള്ളതെന്നറിയാം. അതിന് ജോസയുടെ അലോക്കേഷൻ സമയത്ത് ആ കോളേജിൽ നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനായിട്ട് പ്രാധാന്യമുള്ളൂ. ഇവിടെ ഇൻകം കൊടുക്കുന്നതുമായിട്ട് നമ്മുടെ അഡ്മിഷൻ യാതൊരു തരത്തിലും ബാധകമല്ല. ഇതൊരു റേഞ്ച് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നീട് വീണ്ടും അവരുടെ ഡേറ്റ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ റാങ്കിനെയോ അഡ്മിഷനെയോ ഒന്നും ബാധിക്കില്ല. നമ്മൾ ഏത് തരത്തിലാണ് ഈ JEE വേണ്ടിയിട്ട് തയ്യാറെടുത്തത്, സെൽഫ് സ്റ്റഡി ആയിരുന്നോ കോച്ചിങ് ആയിരുന്നോ ട്യൂഷനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. പിന്നെ +1 +2 പഠിച്ച മീഡിയം, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം അല്ല, +1 +2 പഠിച്ചത് ഏത് മീഡിയം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മൾ സെക്യൂരിറ്റി സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ മുതൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവസാനത്തെ സെഷനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. വേണമെങ്കിൽ ലാസ്റ്റ് സെക്ഷൻ വേണമെങ്കിൽ തിരിച്ച് നമുക്ക് വന്നിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. സെക്യൂരിറ്റി പിൻ അടിച്ച് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. ഈ സെക്ഷനിൽ നമ്മളുടെ ഉദയയുടെ ഡേറ്റയുമായിട്ടുള്ള വെരിഫിക്കേഷനാണ്. നമുക്ക് ആധാർ ഉണ്ടെങ്കിൽ ഏറ്റവും പുതിയ ഫോട്ടോ ആണ്, അപ്ഡേറ്റ് ആണെങ്കിൽ നമ്മളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുന്നു, നമ്മളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം എല്ലാ ഡീറ്റെയിൽസും ആധാറിലെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വെരിഫിക്കേഷൻ കൊടുക്കാം. വെരിഫൈ ചെയ്തോളും. വെരിഫൈ ചെയ്തില്ല എന്നോർത്ത് കുഴപ്പമില്ല. ഡേറ്റ് ഓഫ് ബർത്തിലോ പേരുകളിലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾക്ക് കറക്റ്റ് അല്ല എന്ന് പറയാം. അപ്പോൾ വെരിഫൈ ചെയ്യുകയില്ല, പരീക്ഷയോ റാങ്കിനെയോ ബാധിക്കുകയുമില്ല. ആധാറേ നമുക്കില്ല എങ്കിൽ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആധാർ ഇല്ല, വെളിയിലൊക്കെയാണ് പാസ്പോർട്ട് മാത്രമേ ഉള്ളെങ്കിൽ ആധാർ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് എൻ്റർ ചെയ്യാം. ആധാർ ഉണ്ടെങ്കിൽ വെരിഫൈ ചെയ്യുന്നതാണ് നല്ലത്. അടുത്തത് JEE എക്സാം ഡീറ്റെയിൽസ് ആണ്. നമുക്ക് പേപ്പർ 1ഉം പേപ്പർ 2Aയും 2Bയും ഉണ്ട്. BTechന് വേണ്ടത് പേപ്പർ 1 ആണെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു. സെഷൻ 1 എന്നുള്ളത് ഓട്ടോമാറ്റിക് വന്നോളും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, നമുക്കറിയാം ഈ 13 പ്രാദേശിക ഭാഷകളിൽ JEE എഴുതാം. ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഏതാണ് വേണ്ടത്, നമ്മൾ ഏത് എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുന്നോ, കേരളത്തിലാണ് എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുന്നതെങ്കിൽ വേണമെങ്കിൽ മലയാളത്തിലും പരീക്ഷ എഴുതാം. നമ്മുടെ ചോദ്യങ്ങൾ മലയാളത്തിൽ വരും. സംശയമുണ്ടെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ കിട്ടുകയും ചെയ്യും. ഏത് പ്രാദേശിക ഭാഷ എഴുതിയാലും ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ കൂടെ അവൈലബിൾ ആയിരിക്കും. ഇംഗ്ലീഷിലുള്ളത് മാത്രം എഴുതുന്നതാണ് അഭികാമ്യം. പിന്നെ നമ്മളുടെ പ്രസൻറ്റ് അഡ്രസ്സ് അനുസരിച്ചുള്ള സ്റ്റേറ്റ്, നമ്മൾ എവിടെയാണോ പ്രസൻറ്റ് അഡ്രസ്സ് വെച്ചാൽ അതിൻ്റെ സ്റ്റേറ്റിനനുസരിച്ചുള്ള എക്സാം സിറ്റികൾ, 4 ഡിഫറൻറ്റ് എക്സാം സിറ്റികൾ നമ്മൾ ചൂസ് ചെയ്യണം. അതിലേത് എക്സാം സിറ്റിയാണ് നമുക്ക് അനുവദിച്ച് വരുന്നതെന്നുള്ളത് ജനുവരി 15-ാം തീയതി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ആ എക്സാം സിറ്റിയിൽ എവിടെയാണ് എക്സാം നടക്കുന്നതെന്നുള്ളത് ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഏതു ദിവസം, ഏത് സെഷൻ, രാവിലെയാണോ ഉച്ച കഴിഞ്ഞിട്ടാണോ, എവിടെ വെച്ചാണ് പരീക്ഷ, എക്സാം സെൻറ്ററിൻ്റെ പേര്, ഇത് 3ഉം അഡ്മിറ്റ് കാർഡിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. 4 ഡിഫറൻറ്റ് എക്സാം സിറ്റി, ഒരേ എക്സാം സിറ്റി ആവർത്തിക്കരുത്, 4 ഡിഫറൻറ്റ് എക്സാം സിറ്റി സെലക്ട് ചെയ്യണം. അതിനുശേഷം പേരൻറ്റിൻ്റെ ജോലി, അവരുടെ ക്വാളിഫിക്കേഷൻ, അച്ഛൻ്റെയും അമ്മയുടെയും സെപ്പറേറ്റ് കൊടുക്കണം. വീണ്ടും നമ്മൾ സെക്യൂരിറ്റി പിൻ അടിച്ചു കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. കാൻഡിഡേറ്റിൻ്റെ 10ാം ക്ലാസ്സിൻ്റെയും 12ാം ക്ലാസ്സിൻ്റെയും ഡീറ്റെയിൽസാണ്. 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസാണ് ആദ്യം. 10ാം ക്ലാസ് പാസ്സായത്, ഏതു വർഷം, ക്വാളിഫയിങ് എക്സാമിനേഷൻ, 10th ഈക്വലൻ്റ്, നമ്മുടെ സ്കൂൾ ഇരിക്കുന്നത് റൂറൽ ഏരിയ ആണോ അർബൻ ഏരിയ ആണോ എന്ന് ചോദിക്കുന്നു. നമ്മുടെ ടൈപ്പ് ഓഫ് സ്കൂള് ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ KB ആണോ നവോദയ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നു. 10th പഠിച്ചത് എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഏത് ജില്ലയാണെന്ന് ചോദിച്ചിരിക്കുന്നു. അതിനുശേഷം CBSE ആണോ ICSE ആണോ അല്ലെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണോ ഏതാണെന്നുള്ളത് ബോർഡ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം 10ാം ക്ലാസ്സിൻ്റെ മാർക്ക്, CBSE ISE ആണെങ്കിൽ നമുക്ക് പേഴ്സൻറ്റേജ് എൻ്റർ ചെയ്യാം. 5 വിഷയത്തിന് കൊടുത്ത മാർക്ക് എൻ്റർ ചെയ്യുന്നു. കിട്ടിയ മാർക്ക് എൻ്റർ ചെയ്യുമ്പോൾ പേഴ്സൻറ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. കേരളത്തിൽ സ്റ്റേറ്റ് സിലബസ് പഠിച്ചവർക്ക് ഗ്രേഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഗ്രേഡ് സിസ്റ്റം ചോദിച്ചിട്ടില്ല. പേഴ്സൻറ്റേജും CGPA മാത്രമേ ഉള്ളൂ. നമുക്ക് പേഴ്സൻറ്റേജ് എന്ന് കൊടുക്കുന്നു. പേഴ്സൻറ്റേജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം A+ ആണെങ്കിൽ ടോട്ടൽ മാർക്കിൻ്റെ അവിടെ നമ്മൾ 1000 എൻ്റർ ചെയ്യുന്നു. കിട്ടിയ മാർക്ക് 900 എൻ്റർ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒറിജിനൽ മാർക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം പേഴ്സൻറ്റേജ് ഓട്ടോമാറ്റിക് വരും. 10ാം ക്ലാസ്സിൻ്റെ റോൾ നമ്പർ, 10ാം ക്ലാസ്സിൻ്റെ സ്കൂളിൻ്റെ അഡ്രസ്സ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോസ്ട്രോഫി ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ സെൻറ്റ് മേരീസ് സ്കൂൾ എന്നുണ്ടെങ്കിൽ Y കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി ഒക്കെ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടർ എടുക്കുകയില്ല, കോമ എടുക്കും.
നമ്മളങ്ങനെ സ്കൂളിൻ്റെ അഡ്രസ്സ് എൻ്റർ ചെയ്യുന്നു. പിന്നെ സ്കൂളിൻ്റെ അഡ്രസ്സിൻ്റെ പിൻകോഡ് എൻ്റർ ചെയ്യുന്നു. നമ്മൾ വിദേശത്താണ് പഠിച്ചതെങ്കിൽ നമുക്കറിയാം അവിടെ പിൻകോഡ് ഇല്ല, സിപ്പ് കോഡ് മാത്രമേ ഉള്ളൂ. അത് 5 അക്ഷരമേ ഉള്ളൂ, 5 അക്കങ്ങളേ ഉള്ളൂ. അതിവിടെ എൻ്റർ ചെയ്യാനാവില്ല. പകരം 6 0 ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വിദേശത്താണ് +2 10th +2 പഠിച്ചതെങ്കിൽ പിൻകോഡിൻ്റെ അവിടെ 6 0 ചേർത്താൽ മതിയാകും. വീണ്ടും നമുക്ക് 12th ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുന്നു. പാസ്ഡ് ആണോ അപ്പിയറിംഗ് ആണോ എന്ന് ചോദിക്കുന്നു. ഏത് വർഷം പാസ്സായെന്ന് ചോദിച്ചിരിക്കുന്നു. നമ്മുടെ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ 12th എക്സാമാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ. നമുക്ക് അതിനകത്ത് നമ്മളുമായിട്ട് താരതമ്യമുള്ളത് ഇനി പബ്ലിക് സ്കൂൾ ഓർ ബാർഡ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ദ ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ദ +2 സിസ്റ്റം കണ്ടക്റ്റഡ് ബൈ എനി റെക്കഗ്നൈസ്ഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ള ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. സാധാരണ നമ്മൾ എൻ്റർ ചെയ്യാറുള്ളത് എനി സ്കൂൾ ബാർ ബോർഡ് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഇൻ ഇന്ത്യ എന്നാണ് കൊടുക്കാറുള്ളത്. +2 പഠിച്ച സ്കൂളിൽ റൂറലാണോ അർബൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്കൂള് ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. +2 എവിടെ പഠിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ്റെ സ്റ്റേറ്റ് എവിടെയാണോ കൊടുക്കുന്നത് ആ സ്റ്റേറ്റാണ് നമുക്ക് ഹോം സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. NITകളിലും IIITകളിലും ഹോം സ്റ്റേറ്റ് ആയിട്ട് കിട്ടുന്നത് +2 പഠിച്ചത് ഏത് സ്റ്റേറ്റ് ആണെന്നനുസരിച്ചാണ്. നമ്മൾ വിദേശത്താണ് +2 പഠിച്ചതെങ്കിൽ പെർമനൻ്റ് അഡ്രസ്സ് എവിടെയാണോ അതാണ് ഹോം സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് മാത്രമേ പ്രവേശനം ലഭിക്കുകയുള്ളൂ. JEE അഡ്വാൻസ്ഡിന് ഹോം സ്റ്റേറ്റ് എന്നോ അതർ സ്റ്റേറ്റ് എന്നോ ഇല്ല, ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് മാത്രമാണ് പ്രവേശനവും. +2 നമ്മൾ ഏത് ജില്ലയിൽ പഠിച്ചു എന്ന് ചോദിച്ചിരിക്കുന്നു. അതിനുശേഷം +2വിൻ്റെ ബോർഡ് CBSE ആണോ ISC ആണോ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ആണ് കൊടുക്കേണ്ടത്. അതായത് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കൊടുത്താലും മതി. +2വിൻ്റെ റിസൾട്ട് മോഡ് 2023 റിസൾട്ട് ഇല്ല, അപ്പിയറിംഗ് ആണല്ലോ. +2വിൻ്റെ റോൾ നമ്പറും വരികയില്ല. 2023 പരീക്ഷ എഴുതുന്നവർക്ക് റിസൾട്ട് മോഡും വേണ്ട, റോൾ നമ്പറും വേണ്ട. സ്കൂളിൻ്റെ പേരും അഡ്രസ്സും കൊടുക്കുന്നു, സ്കൂളിൻ്റെ പിൻകോഡ് കൊടുക്കുന്നു. വിദേശത്താണെങ്കിൽ പിൻകോഡ് കൊടുക്കേണ്ട, 0 എൻ്റർ ചെയ്താൽ മതി, 6 0 എൻ്റർ ചെയ്താൽ മതി. അഡീഷണൽ ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ട്വിൻ ആണെങ്കിൽ, ട്വിൻ ബ്രദറോ ട്വിൻ സിസ്റ്ററോ നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ അതേ ഡേറ്റ ഒരാൾക്കും കൂടെ ആവർത്തിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് പറഞ്ഞത് സാധാരണ ഒരാൾ ഒരു കാരണവശാലും നമുക്ക് 2 ആപ്ലിക്കേഷൻ ചെയ്യരുത്. ചെറിയൊരു തെറ്റ് വന്നു, അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നു ചോദിച്ച് നമ്മുടെ എക്സാമിനെ ബാധിക്കുന്നില്ല, വീണ്ടും വേറെ നമ്പർ വെച്ചിട്ട് എൻ്റർ ചെയ്യാൻ ശ്രമിക്കരുത്. അതിനുണ്ട് ഒറ്റ ആപ്ലിക്കേഷൻ നമുക്ക് ഉണ്ടാകാവുള്ളൂ, വീണ്ടും വീണ്ടും പുതിയതായിട്ട് ചെയ്യരുത്. ഈ ട്വിൻ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അഡീഷണൽ ചോദിച്ചിരിക്കുന്നത്. ട്വിൻ ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. അടുത്തത് എമർജൻസി കോൺടാക്റ്റ് എന്നുള്ള സെഷനിലാണ് നമ്മൾ ആദ്യം കൊടുത്ത മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും അതല്ലാത്ത പുതിയൊരു മൊബൈൽ നമ്പറും പുതിയൊരു ഇമെയിൽ ഐഡിയും കൊടുക്കണം. ഇവിടെ OTP വരുന്നത് ഡിഫറെൻറ്റ് OTPയാണ്. മൊബൈലിൽ ഒരു OTP വരും, ഇമെയിലിൽ വേറെ OTP വരും. 2 OTPയും എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അവസാനത്തെ സ്റ്റെപ്പ് നമ്മളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ 200 KB താഴെയുള്ള JPEG ഫോർമാറ്റ് ബ്രൗസ് ചെയ്യുന്നു. ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേത് ഇമേജാണ് വന്നിട്ടുള്ളത് നമുക്ക് ആ ഫോട്ടോ കാണാം. നമ്മളുടെ തന്നെയാണ് ഉറപ്പുണ്ടെങ്കിൽ അപ്ലോഡ് എന്ന് കൊടുക്കുന്നു. സിഗ്നേച്ചർ നമുക്ക് ബ്രൗസ് ചെയ്യുന്നു, നമ്മൾ ആ സിഗ്നേച്ചർ കണ്ടു, നമുക്ക് കറക്റ്റ് ആണെങ്കിൽ 30 KB താഴെയുള്ള JPEG ഫോർമാറ്റ് നമ്മൾ അപ്ലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്ന് കാണും. അത് നമുക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ കാണാം. നമ്മളുടെ തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയും ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ റിസർവേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ OBC എന്നോ EWS എന്നോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ് തഹസീൽദാരിൽ നിന്നുള്ള ഓൺലൈനായിട്ടുള്ളതോ ഓഫ്ലൈനായിട്ടുള്ളതോ അല്ലെങ്കിൽ ഡിക്ലറേഷൻ, OBC ആണെങ്കിൽ ഡിക്ലറേഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇത്രയും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന ഡാറ്റ മുഴുവൻ നമുക്ക് പ്രിവ്യൂ ആയിട്ട് വരും. നമ്മളുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, എല്ലാ ഡീറ്റെയിൽസും വരും. നമുക്കത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പേയ്മെൻറ്റ് കൊടുത്ത് കൺഫർമേഷൻ പേജ് ആയാൽ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാതെ പോവുകയുള്ളൂ. നമ്മൾ എല്ലാ ഡീറ്റെയിൽസും വായിച്ചു നോക്കി കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിക്ലറേഷൻ സൈൻ ചെയ്യാം. ഇവിടെ ഡിക്ലറേഷൻ സൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പേര് നമ്മൾ വായിച്ചു നോക്കി കറക്റ്റാണെന്ന് ഉറപ്പാക്കി, അച്ഛൻ്റെ പേര് നമ്മൾ വായിച്ചു നോക്കി ഉറപ്പാക്കി, അങ്ങനെ ഓരോന്നും നമ്മൾ വായിച്ചു നോക്കി ഉറപ്പായെന്ന് സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഡിക്ലറേഷൻ നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഡിക്ലറേഷൻ I അഗ്രി കൊടുക്കുന്നു, ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്നു. ഇനി പേയ്മെൻറ്റിൻ്റെ സെക്ഷനാണ്. നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ATM കാർഡ് ഉപയോഗിച്ച് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI പേയ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം.
പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺഫർമേഷൻ പേജ് PDF ആയിട്ട് ജനറേറ്റ് ആയും അത് PDF ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. കൺഫർമേഷൻ പേജ് ജനറേറ്റ് ആകുന്നില്ല, പൈസ നമ്മളുടെ നിന്ന് പോയെങ്കിൽ വീണ്ടും പേയ്മെൻറ്റ് ചെയ്യുക. ആദ്യം അടച്ച പൈസ നമുക്ക് തിരിച്ചു വരുന്നതാണ്. നമ്മളൊരു അല്പസമയം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നോക്കിയാലും മതിയാകും രണ്ടാമത്തെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ അത് സക്സസ് ആയിട്ട് പിന്നീട് സക്സസ് ആയിട്ട് വന്നോളും. അപ്പോൾ ഒരു പേയ്മെൻറ്റ് ഫെയിൽ ആയ ഉടനെ തന്നെ അടുത്തത് ചെയ്യേണ്ട, ഒരു 10-12 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്താൽ മതിയാകും. പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൺഫർമേഷൻ പേജ്, ആ സമയത്ത് തന്നെ നമുക്ക് കൺഫർമേഷൻ പേജ് കിട്ടും. കൺഫർമേഷൻ പേജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് റെഗുലറായിട്ടൊരു 3-4 ദിവസം കൂടുമ്പോൾ Gmail ലോഗിൻ ചെയ്ത് നോക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊന്നും ഇപ്പോൾ വെരിഫൈ ചെയ്യുകയില്ല, പക്ഷേ ഫോട്ടോയും സിഗ്നേച്ചറും വെരിഫൈ ചെയ്യും. എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ, ക്ലിയർ അല്ല എങ്കിൽ, ക്ലാരിറ്റി ഇല്ല എങ്കിൽ അവരത് നമ്മളെ ലോഗിൻ ചെയ്ത് പോകുമ്പോൾ അറിയാം. മൊബൈലിലോ ഇമെയിലിലോ നമുക്കതിൻ്റെ ഇത് വരില്ല, അലേർട്ട് വരില്ല. പകരം നമുക്കത് ലോഗിൻ ചെയ്ത് നോക്കിയാൽ നമുക്കതറിയാം. അപ്പോൾ Gmail ഓൺലൈൻ അപ്ലൈ ചെയ്ത് കൺഫർമേഷൻ പേജ് എടുക്കുന്നവർ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ലോഗിൻ ചെയ്തിട്ട് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ജനുവരി 15 നമുക്ക് ഏത് ജില്ലയിലാണ് പരീക്ഷാ സെൻറ്റർ കിട്ടിയിരിക്കുന്നതെന്ന് അറിയാം. 20 നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടും, ഈ അഡ്മിറ്റ് കാർഡ് കിട്ടും. അത് നമ്മൾ ഈ ലോഗിൻ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. 24 മുതൽ ഏത് ദിവസമാണോ നമുക്ക് എക്സാം അനുവദിച്ചിരിക്കുന്നത് ആ സമയത്ത് ഈ അഡ്മിറ്റ് കാർഡും വാലിഡ് ID പ്രൂഫും പേന, പിന്നെ വാട്ടർ ബോട്ടിൽ, സാനിറ്റൈസർ, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് ഓൺലൈൻ എക്സാം സെൻറ്ററിലേക്ക് പോകാവുന്നതാണ്. Gmail 2023 ആദ്യ സെഷന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. എല്ലാവർക്കും ഇത് ഉപകാരമായെന്ന് വിചാരിക്കുന്നു. Gmail വീണ്ടും ഉള്ള അപ്ഡേഷനുമായിട്ട് ബ്രില്യൻറ്റ് യൂട്യൂബ് ചാനൽ വഴി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.